ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അതായിക്കോട്ടെ. അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അതായിക്കോട്ടെ. കുറേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. അല്ല, ആരാണ് മനസ്സിലായില്ല? ഞാനാണ്. അല്ല, ഞങ്ങൾ മറന്നു, അത് കാരണം ചോദിക്കുകയാണ് കേട്ടോ. ഞാനാണ്. ആഹാ, അടുക്കളയിലെ അമ്പലത്തിന് മറന്നോ? നീ മറക്കും, അവര് മറക്കില്ല. ഓക്കെ. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? ഒരു ദോശ. ദോശ തന്നെയാണ്. ദോശ അമ്പുഴെന്ന് വിളിക്കരുതേ. എന്താ അറിയോ? ചക്കച്ചുള. ഇനിയിപ്പോ ദോശ അമ്പുജെന്ന് വിളിച്ചാലും ദോശയുള്ള അമ്പുജെന്ന് വിളിക്കാണ്ടിരുന്നാ മതി. ഒരു ഗ്ലാസ് അരി, ഒരു 6 എന്താ പറയാ ചക്കച്ചുള. ഒരു കയ്യിൽ 5 വിരലുണ്ടാവുള്ളൂ, ഇവിടെ 6 എന്ന് ഞാൻ പറഞ്ഞതാണ്. 6 ചക്കച്ചുള, പിന്നെ ഒരു 2 സ്പൂണ് അവില്, പിന്നെ ഒരു 2 സ്പൂണ് നാളികേരം, ഉപ്പ്, ഇത്രയും കൂട്ടി അരച്ചതാണ്. അപ്പളേക്ക് അരക്കുന്നതാണ് കേട്ടോ. കണ്ട എന്തൊക്കെയാണ്? ഒരു ഗ്ലാസ് അരി, ഒരു 6 ചക്കച്ചുള പച്ച, പഴുത്തതല്ല, പിന്നെ 2 സ്പൂണ് നാളികേരം, 2 സ്പൂണ് അവില്, ഉപ്പ്, ഇത്രയും കൂട്ടി അരച്ചതാണ്. എന്നിട്ട് ഇതുകൊണ്ടൊരു ദോശ. ഓക്കെ. അതെന്താ പറയുക, തലേ ദിവസം നമുക്ക് അരക്കാൻ. ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ, അപ്പൊ ചക്ക അരച്ചുള്ളത് നല്ലതാണെന്നാണ് പറയുന്നത്, പച്ചച്ചക്ക. അപ്പൊ അതാണോ അമ്മ ഈ ചക്കയുടെ നിറയുള്ള വസ്ത്രം ഇട്ട് നടക്കുന്നത്? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ചക്കയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാലോ. അപ്പൊ രാത്രി നമുക്ക് ഇനി തലേ ദിവസം അരച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പളേക്കപ്പളെ ചക്കയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. വെക്കേഷൻ പീരീഡ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ഉള്ളിയോ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ എന്താ കണ്ടില്ലേ, ഈ രഞ്ജിത്തിന് അതൊന്നും ഇഷ്ടമല്ല. പ്ലെയിൻ ആയിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടാവട്ടെ. ദോശക്കല്ലിന് അനുഗ്രഹിച്ചു ചൂടാവാൻ വേണ്ടിയിട്ട്. ചൂടായോ നോക്കിയതാണ് കേട്ടോ. എവിടെയായിരുന്നു അമ്മ? അരമേരായിട്ട് ചോദിക്കുകയാണ്. എന്താ അതൊക്കെ? ഞങ്ങൾ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക? ഉച്ചയാകുമ്പോഴേക്ക് ഭയങ്കര ചൂടാണ്. ആ ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിൽ തന്നെ ആയിരിക്കും മിക്കവാറും. മനസ്സിലായോ? അതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എന്താ ചെയ്യാ, ഭയങ്കര ചൂടല്ലേ. അപ്പൊ അതാ ഇത് ഇപ്പൊ അരച്ചതാണ് കേട്ടോ. 10 മിനിറ്റ് ഞങ്ങൾ വിശ്വസിച്ചു, പറഞ്ഞാൽ മതി. അല്ലാണ്ട് കുളിക്കാൻ വെക്കുക അങ്ങനെ ഒന്നും വേണ്ട. അപ്പൊ എന്നിട്ട് നമ്മുടെ ദോശ കത്തുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയും. അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചാണ് അമ്മ. അത് നിങ്ങൾ കനത്തിലോ കനം കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. കനത്തിൽ ദോശ വെക്കുവോ? കനല്ല, കനത്തിൽ പരത്താം. കനം കുറച്ചിട്ടാക്കാം. അതൊക്കെ അവനവന്റെ ഇഷ്ടം. കനം കുറച്ചിട്ട് മറിച്ചിടാണ്ടിരിക്കുക, അതും അവനവന്റെ ഇഷ്ടം. ഇപ്പൊ കനം കുറച്ചിട്ട് പറഞ്ഞ എന്നെ പോലെ, കനത്തിൽ പറഞ്ഞ അമ്മേനെ പോലെ. പിന്നെ മറിച്ചിടാന്ന് പറഞ്ഞ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിച്ചും മറിച്ചും ഇടാറുണ്ടല്ലോ സംസാരം കൊണ്ട്. എണ്ണയും നെയ്യും മിക്സ് ചെയ്തതാണിത്. പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം. പക്ഷെ എന്നാലും ഒരു സ്വാദിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി എണ്ണയും നെയ്യും കൂടി കലർത്തുന്നത്. അപ്പൊ ഇതൊക്കെ സാബുവിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. അല്ല, സ്വാദ്. അപ്പൊ എന്താ അറിയോ, അപ്പൊ അതിനൊരു സ്വാദല്ലേ, അതിന് വേണ്ടിട്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസോ മുരിങ്ങയിലയോ അല്ലെങ്കിൽ എന്താണ് ഉള്ളിയും പച്ചമുളക് കറിവേപ്പിലയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക സ്വാദാണ്. പക്ഷെ ഇവിടെ ഇതൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ ഒരാൾക്ക് 2 ആൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റേണ്ട വേണ്ടിട്ട് ഞാൻ പ്ലെയിനായിട്ട് ഉണ്ടാക്കി. അല്ലെങ്കിൽ അമ്മ ഹെലികോപ്റ്ററായിട്ട് ഉണ്ടാക്കിയേ. എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അപ്പൊ ഈ ദോശ ഇങ്ങനെ വേവട്ടെ, മെല്ലെ വേവിടുന്നത്. കഥ പറയാനുള്ള ഉദ്ദേശമുണ്ട് ദോശ വേവുമെന്ന് ഇവിടെ ഇരിക്കുമ്പോ. കഥയല്ല, എന്താ എന്തെങ്കിലും പറയണം. എന്തെങ്കിലും പറയണല്ലേ നമ്മുടെ ഒരു എന്താ പറയാ ഒരു രീതി. ആ രീതി മാറ്റണ്ട. ഓരോ വീഡിയോയിലും ചെറിയൊരു സന്ദേശങ്ങൾ നൽകണമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണത് കാലുകൾ. കാലുകളില്ലേ, അത് ചലിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചലിക്കാതെ കാലുകൾ ഒരു ഭാഗത്തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും യാത്ര നമുക്ക് തുടരാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കാലുകൾ മുന്നോട്ട് എന്നുള്ളതാണ്. ഈ കാലുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത് മുന്നോട്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കാലുകൾ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോഴല്ലേ മുന്നോട്ട് എന്നുള്ള മനസ്സിലായോ? എന്ന് വെച്ചാൽ കാലുകൾ സൃഷ്ടിച്ചെടുക്കണം മുന്നോട്ട് നടക്കാനാണ്. നമുക്ക് കാലുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് കണ്ണ് 2 മുന്നിൽ തന്നിട്ട് എന്താണ് മുന്നോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാലുകൾ കൊണ്ട് പിന്നാക്കം നമുക്ക് നടക്കാം, എത്ര തന്നെ നടക്കാൻ പറ്റും. പക്ഷെ ദൈവം ഈ കാലുകൾ തന്നിറക്കുന്നത് മുന്നോട്ട് നടക്കാനാണ്. അതെനിക്ക് മനസ്സിലായി. എന്താണ് ഉദ്ദേശിക്കുന്നത് അതെനിക്ക് മനസ്സിലായി. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും മുന്നോട്ട് ചിന്തിക്കണം. കാരണം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ദോശ തിന്നുകൊണ്ട് ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. ഉച്ചയ്ക്ക് എന്ത് കഴിക്കണമെന്ന് ഞാൻ ചിന്തിക്കണം, മുന്നോട്ട് ചിന്തിക്കട്ടെ. അതല്ല ഉദ്ദേശിച്ചത്? അതാണോ ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തേക്ക് വെച്ചോ. അവിടെ നമുക്ക് നടക്കണ വഴിയിൽ ഒരു കല്ല് കിടക്കുകയാണ്. ആ കല്ല്
നമ്മുടെ കാലിന് തട്ടും മുറിവേൽക്കാം, നമുക്കത് കിടക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ ഞാൻ വേറെ വഴി കൂടെ പോകും. വേറെ വഴിക്കൂടെ പോകാനും പറ്റാത്തൊരവസ്ഥ എന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് ചുട്ടിട്ട് ഞാൻ പറയുന്നല്ല, നന്നായി ഇനി ഒരെണ്ണം കൂടി ഇടാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് അതൊന്ന് പറയും. ആ കല്ലെടുത്ത് മാറ്റണം. അല്ല കേക്ക് മാറ്റണം, അത് പറയാം. ഇതിപ്പോ ദോശയൊക്കെ കൊണ്ട് ഒഴിച്ചോട്ടെ, അതും കൂടി. ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോ നീ അത് കൊളാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറാമാൻ ഇവിടെ വേണ്ട. ഞാൻ അവന് പറയുമ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അസിസ്റ്റന്റിന്റെ പണി ചെയ്താൽ മതി, അല്ലാണ്ട് എന്നെ ഓർഡർ ചെയ്യാൻ വരരുത്. കാരണം എനിക്ക് തന്നെ ഇത്ര ബുദ്ധി കുറവാണ്. ആ കുറവുള്ള ബുദ്ധിയിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ, അല്ല ഞാൻ അമ്മ പറയാനുള്ളത് പറയാം, എനിക്ക് പൊതുവേ ഇത്തിരി ബുദ്ധി കുറവാണ്. ആ ബുദ്ധി കുറവുള്ള ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഉള്ള ബുദ്ധി കൂടി മാറ്റി കഴിയുന്ന സ്വഭാവം കൊണ്ട് നീ വരരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആ വഴി ആ കല്ല് മറികടന്നിട്ട് തന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന് മുറിവേൽക്കാനും പാടില്ല, നമുക്ക് മുന്നോട്ട് നീങ്ങും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കല്ലിനെ തലയുടെ മുകളിൽ ഏറ്റിട്ടല്ല നിൽക്കുക, അതിനെ നമ്മൾ എടുത്തു മാറ്റി ഒരു സ്ഥലത്തേക്ക്. അത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? അതെ, അതെന്തിനാ ചെയ്യണത്? നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, ആ വഴിയിൽ നടക്കാൻ വേണ്ടി, തടസ്സങ്ങളില്ലാണ്ട് നടക്കാൻ വേണ്ടിട്ട്. അല്ലാണ്ട് ആ കല്ലിനെ അയ്യോ ഈ കല്ലെനിക്ക് ഇതിനെ ഞാൻ എടുത്തിട്ട് കയ്യിൽ വെക്കട്ടെ അല്ലെങ്കിൽ തലയിൽ വെക്കട്ടെ എന്നിട്ട് ഞാൻ നടന്നുകൊട്ടെ എന്ന് ആരും വിചാരിക്കില്ലല്ലോ. എന്തിനൊക്കെ അതൊക്കെ പറയണ വിചാരിക്കില്ലേ? എന്തിനറിയോ? അതേപോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സന്തോഷമുള്ള ഓർമ്മകളും സന്തോഷമുള്ള അനുഭവങ്ങളും ഉണ്ടാവും, അതിനൊപ്പം തന്നെ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും, കയപ്പേറിയതുമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ കല്ലിനെ നമ്മൾ എങ്ങനെയാണോ ഈ വഴിയിൽ നിന്ന് എടുത്തു മാറ്റുന്നത്, നമ്മൾ മുന്നോട്ട് നീങ്ങിയത്, അതുപോലെ തന്നെ നമ്മുടെ ആ കയപ്പേറിയ നിമിഷങ്ങളും അതുപോലെ എന്താ പറയാ മുറിവേറ്റതും അതെല്ലാം നമ്മൾ മറക്കണം, പിന്തള്ളണം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ജീവിതം ഉള്ളൂ. അത് ആരുടെ ഔദാര്യം ഒന്നുമല്ല, മനസ്സിലായോ? നമ്മുടെ ജീവിതം ആരുടെങ്കിലും ഔദാര്യമാണോ? അത് ഭഗവാൻ നമുക്ക് നൽകിയ കനിവാണ്. അപ്പം നമ്മൾ ആ ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കാന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പം നമ്മൾ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതാ അങ്ങനെ അന്ന് അങ്ങനെയായി ഇന്ന് ഇങ്ങനെയായി അവരത് പറയും, അങ്ങനെ ഒന്നുമല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് തന്ന ആരുടെ ഔദാര്യമല്ലാത്ത ആ ജീവിതം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ജീവിതം നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്കിഷ്ടം വരുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയും, ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാവർക്കും സോറി, അവിടുന്ന് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ജീവിതം ഞാൻ പറഞ്ഞില്ലേ, ആരുടെ ഔദാര്യമല്ലാതെ ഭഗവാന്റെ കഴിവ് കൊണ്ട് കിട്ടിയ ആ ജീവിതം നമ്മൾ ആസ്വദിക്കണം. അല്ലാണ്ട് നമ്മുടെ കൈപ്പേറിയ കുറേ നിമിഷങ്ങളും പിന്നിൽ നമ്മുടെ എന്തൊക്കെയോ ജീവിതത്തിൽ അത് നടന്നു ഇത് നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവാതിരുന്ന അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അയ്യോ അങ്ങനെയായി അങ്ങനെ ജീവിതത്തെ പാഴാക്കി കളയാനുള്ളതല്ല ദൈവം നമുക്ക് തന്ന ഈ ജീവിതം എന്ന ചെറിയൊരു യാത്രയിൽ വളരെ ചുരുക്കം ഏത് സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങേണ്ടി വരുന്ന അറിയാത്തൊരു ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ജീവിതം ചെറിയൊരു ജീവിതം എവിടെ ഇറങ്ങേണ്ടി വരും, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വരും, എപ്പോഴാണ് വിളി വരാമെന്നറിയാത്ത ജീവിതത്തിൽ ഇന്നലകളുടെ കയ്പുകളും ഇന്നലകളുടെ വേദനകളൊക്കെ അങ്ങനെ ചുമലിലേറ്റും കൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കല്ല് പറഞ്ഞില്ലേ, അത് വഴിയിലുള്ളൊരു കല്ലിനെ നമ്മൾ എങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് മുന്നോട്ട് പോവോ, അമ്മ പറഞ്ഞ പോലെ എങ്ങനെ തലയിലേറ്റാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ തലയിലേറ്റാണ്ട് പോകണം. ഈ ലോകം മുഴുവൻ ഒരിക്കലും ഒരാളെയും പൂർണ്ണമായിട്ടും അംഗീകരിക്കില്ല, സ്വീകരിക്കില്ല. കുറ്റം പറയണവരനായിരിക്കും നന്മ പറയണേക്കാളിലും കൂടുതൽ ജനങ്ങളുണ്ടാവുക എന്ന് വെച്ച് അമ്മ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം ആരുടെയും ഔദാര്യമല്ല. ഈ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെയാണ്. ആ ജീവിതം സന്തോഷപരമായിട്ട് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അമ്മയാണ്. അവിടെ ആ ജീവിതത്തിനെ ചോദ്യം ചെയ്യാനോ നീ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് പറയാനൊന്നും ആർക്കും അധികാരമില്ല. നമുക്കൊരു ബാധ്യതയുണ്ട്. എന്തറിയോ, നമ്മുടെ ജീവിതം നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ നമ്മുടെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തിയാൽ മതി, അല്ലേ? എന്നറിയോ, നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. കാരണം എന്തറിയോ, നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ മനസ്സാക്ഷിയാണ്, നമ്മളെ തന്നെയാണ്. നമ്മളിലുള്ള ആ മനസ്സാക്ഷിയാണ്, നമ്മളെ തന്നെയാണ് നമ്മൾ പേടിക്കേണ്ടത്, മറ്റുള്ളവരല്ല. നമ്മുടെ ഉള്ളിലുള്ള മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്താൽ നമ്മൾ നമ്മുടെ മുന്നിൽ തന്നെ തലകുനിക്കുകയാണ്. നമ്മുടെ മുന്നിൽ നമ്മൾ തലകുനിക്കുന്നതിനേക്കാളും നാണക്കെട്ട ഇടപാട് വേറെ വല്ലതുണ്ടോ? അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മുന്നിൽ നമ്മൾ തലകുനിക്കാതെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അയ്യോ ഞാൻ ആർക്കു വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എൻ്റേതായ ശരികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ആരെന്തോ പറഞ്ഞിട്ട് പോട്ടെ. അതുപോലെ തന്നെ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നവരായാലും കാണാത്തവരായാലും ഇന്നും സമൂഹത്തിൽ ഇന്നലകളിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇന്നലകളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കുറ്റം പറഞ്ഞ ദുഃഖം ഏൽപ്പിച്ച് മുറിവേൽപ്പിച്ച് നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ വഴിയിലെ ആ കല്ലില്ലേ,
ആ നമ്മുടെ കാലിൽ തട്ടി മുറിയാവുന്ന തോന്നുന്ന കല്ല്, നമ്മുടെ വഴിക്ക് തടസ്സമാവണ കല്ല്, അതിനെ തൂക്കി വലിച്ചിടഞ്ഞിട്ട് നിങ്ങൾ പോയിക്കൊണ്ടേ ഉണ്ടാവണം. കാരണം ഒരു ദിവസം ഈ ജീവിതം അവസാനിച്ച് നമുക്ക് ഇവിടുന്ന് പോകേണ്ടി തന്നെ വരും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ദൈവം തന്ന ഒരേ ഒരു ജന്മം, അത് ഏറ്റവും നല്ലൊരു ജന്മം, മനുഷ്യജന്മം, ജീവിക്കാതെ പോയല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല, ആസ്വദിക്കാതെ പോയല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഈ ജന്മമുള്ള കാലം വരെയും നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങളുടെ തിന്മകളെ തിരഞ്ഞ് നിങ്ങളെ കല്ലെറിയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ആ കല്ലുകൾ പണ്ടെങ്ങോ ഒരുപാട് പേര് പറഞ്ഞ പോലെ നിങ്ങളുടെ കാൽച്ചൂട്ടിൽ വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആകാശം മുട്ടോളമാണ് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവാൻ, അല്ലേ? അതാണ്. പക്ഷെ നമ്മൾ ആർക്കും ഒന്നും നമ്മൾ ഒരാളിൻ്റെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടായാലും നമ്മൾ അത് ക്ഷമിക്കാവുന്നൊരു കാര്യം മാത്രമായിരിക്കണം. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്. അതാണ് നമ്മുടെ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തോൽക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം നല്ല ചിന്തയോടെയും നല്ലതോടെയും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മറ്റുള്ളവരുടെ എന്താ പറയുക ഒരു സൗഹൃദം സ്നേഹം. ഇപ്പം നമ്മൾ പഴയ പാട്ടുകൾ ഏത് റിയാലിറ്റി ഷോയിലായാലും നമ്മുടെയൊക്കെ ജീവിതത്തിലായാലും പഴയ പാട്ടുകളുടെ വരികൾ പിന്നെ ഒരിക്കലും കിട്ടില്ല എന്ന് പറയില്ലേ? അങ്ങനെ സുന്ദരമായ ചില സ്വപ്നങ്ങളോ ചില നടന്നുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പഴയ ജീവിതത്തിൽ. അത് മാത്രം തൂക്കിക്കളയരുത്, അതൊരിക്കലും പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പം അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ഒരിക്കലും വേണ്ടാത്തത്, നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ അവരെയൊക്കെ ആ കല്ലുപോലെ തൂക്കിക്കളയണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിതം ആരുടെയും ഔദാര്യമല്ല. മധുരമുള്ള ഓർമ്മകൾ അതെന്നും നമ്മൾ സൂക്ഷിക്കണം, അത് ഇടയ്ക്കിടയ്ക്ക് കൈവെറുക്കണം. കാരണം എന്താ പറഞ്ഞാൽ അതിലൊരു സംതൃപ്തി ഉണ്ടാവും നമുക്കല്ലേ. അയ്യോ അന്ന് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു അപ്പം നമുക്ക് തന്നെ നമ്മളിൽ സ്വയം ഒരു സന്തോഷം കണ്ടെത്തും. പിന്നെ എന്നും നമ്മളെ വെറുക്കുന്നവരെ കണ്ട് നമ്മുടെ ഉള്ളിനുള്ളൊരു അഭിമാനം കൊള്ളണം. കാരണം എന്താ അറിയോ, നമ്മളെ വെറുക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെന്തോ ആണെന്നൊരു തോന്നൽ ആർക്കോ ഒരാളൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ്, സത്യമാണ്, അല്ലേ? അപ്പം ഇത് കഴിക്കാൻ ഞാൻ വരുന്നില്ല. ഞാൻ 2 ഉണ്ടാക്കി ഇതുണ്ടോ, നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഈ അവിലൊക്കെ ഇടുന്ന കാരണം ഒരു മുരുമുരുപ്പൊക്കെ കണ്ടാ മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് ഉണ്ടാക്കാം. ഞാൻ പക്ഷെ മുരിച്ച് ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പം കണ്ടില്ലേ എന്താ. അപ്പോൾ ഇത് കഴിക്കാൻ വരികയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നിങ്ങൾക്ക് നോക്കാലോ. എന്തോ പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ബായ്.